ഹലോ, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് ഷാനിദ. നാനിന്ന് വിളിക്കും. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് നാനിന്ന്. ആ പേര് തന്നെയാണ് നമ്മുടെ വ്ളോഗിന് ഇട്ടിട്ടുള്ളത്, നാനീസ് വ്ളോഗ്. ഇതെൻ്റെ മോള് സൈറ ഫാത്തിമ, സൈറു എന്ന് വിളിക്കും, സൈറുമണി എന്നും വിളിക്കും. എൻ്റെ മൂന്നാമത്തെ മോളാണ് ഇത്. ഐഷു, ഞങ്ങൾ ഐഷു എന്ന് വിളിക്കും. എൻ്റെ നാലാമത്തെ മോളാണ്. സഹറ മനാൽ എന്നാണ് പേര്. UKG-യിലാണ് പഠിക്കുന്നത്. അങ്ങനെ ആൾക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ മൂന്നാമത്തെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സൈറുവിൻ്റെ ബർത്ത്ഡേ ആണ്. 10 വയസ്സാണ് അവൾക്ക്. അപ്പോൾ അവളാണ് മൂന്നാമത്തെ ആള്. അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് അന്നത്തെ ദിവസം അവരുടെ ഡെലിവറി സ്റ്റോറി പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത്രമാത്രം പറയാനുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ 4 ഡെലിവറി, 4 മക്കളാണ് എനിക്ക്. എൻ്റെ 4 ഡെലിവറിക്കും 4 എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പറയും ഒന്ന് പ്രസവിച്ചതല്ലേ, പിന്നെ എന്താണ് ഇപ്പൊ രണ്ടാമത്തല്ല, ഇതിനിപ്പോൾ എന്താ, ഒരെണ്ണം കഴിഞ്ഞതല്ലേ എന്നൊക്കെ സാധാരണഗതിയിൽ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. എനിക്ക് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓരോ പ്രഗ്നൻസിക്കും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ 3rd ഡെലിവറി എക്സ്പീരിയൻസും പ്രഗ്നൻസി സ്റ്റോറി ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് മൂന്നാമത്തെ ബേബി ഉണ്ടായത്. അതായത് 4 5 മക്കൾ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ആണായാലും പെണ്ണായാലും 5 മക്കൾ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എനിക്ക് 4 പെൺകുട്ടികളാണ്. അപ്പം ആദ്യം പറയാം, 4ാമത്തേൽ ഡെലിവറി നിർത്തി, അതും പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇനി 5ാമത്തെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. 4ാമത്തേൽ ഞങ്ങൾ ഡെലിവറി നിർത്തി. എനിക്ക് 4 പെൺകുട്ടികളാണ്, അതും പറയാം. പിന്നെ അപ്പം നമ്മൾ 2 ഡെലിവറി കഴിഞ്ഞ് മറിയത്തിനൊരു 3.5 വയസ്സൊക്കെ ആയപ്പോൾ, അതായത് രണ്ടാമത്തെ മോൾക്ക് ഒരു 3.5 വയസ്സൊക്കെ ആയപ്പോൾ നമ്മൾ 3ാമത്തെ പ്രഗ്നൻസി പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ആ മാസം തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവും. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പം 3ാമത്തെ ഒരു ബേബി വേണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ പിറ്റത്തെ മാസം, അത് എന്ന മാസം എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ ഇപ്പോൾ ഡെലിവറി എന്നായിരിക്കും എന്നൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇന്ന ദിവസം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഡെലിവറി ആ സമയത്താകുമ്പോൾ, അതായത് ഏപ്രിൽ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ സാധാരണ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. മദർ ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ ബിന്ദു വർഗീസിനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് പോയി. നമ്മൾ ഫസ്റ്റ് 2 വീക്സ് കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്തു. അതെല്ലാം ഓക്കെയാണ്. ഒരു 3 വീക്സ് വരെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ എല്ലാ പ്രഗ്നൻസി ലേഡീസിനും ഉണ്ടാവുന്നത് പോലെ വോമിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായി. ഈ പച്ചമണം പറ്റില്ല, ഓരോ ഫുഡിൻ്റെ മണം അത് പറ്റില്ല. എന്ത് കഴിച്ചാലും ഛർദിക്കും. രാവിലെ തൊട്ട് ഒക്കാനം തുടങ്ങും, ഛർദിയാവും. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പ്രഗ്നൻ്റ് ആയി ഛർദി തുടങ്ങിയാൽ പിന്നെ എനിക്കൊരു സാധനം വേണ്ട. വെള്ളം വേണ്ട, ചോറും വേണ്ട, ഭക്ഷണം ഒന്നും വേണ്ട. പിന്നെ അങ്ങനെ ഈ നല്ല എരിവുള്ള സാധനങ്ങൾ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതിപ്പോഴും ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലായി. പിന്നെ ഭയങ്കര സൈറൂനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഛർദിയാണ്. ആദ്യത്തെ 2 എണ്ണത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈറൂനൊരു 3 മാസം വരെ ഛർദിയായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അഡ്മിറ്റ് ആവാം.
ട്രിപ്പ് ഇടുക, യൂറിനിൽ അസിറ്റോൺ കുറയും, അപ്പം അതിനനുസരിച്ച് ട്രിപ്പ് ഇടുക, പിന്നെ ഡിസ്ചാർജ് ആയി വരെ വീണ്ടും അഡ്മിറ്റ് ആവുക. ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ്ലി ഒരു 3 മാസം വരെ. അത് കഴിഞ്ഞ് 3 മാസത്തെ സ്കാനിങ്ങിലും ബേബി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കുറച്ച് കഴിച്ച് വന്നപ്പോൾ ഞാൻ ഇവളിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി, കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പാണ് ടൗണിൽ. അപ്പോൾ ഇക്കാക്ക് ഷോപ്പിൽ നിന്ന് അധികം നേരം വിട്ട് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി തരാണ് ചെയ്തത്. അപ്പം ഞാനത് ഡോക്ടറോട് പറഞ്ഞു, ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്തു പോയി, വരാമെന്ന് പറഞ്ഞു, ആൾ കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, ടൈം ആവില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 11:30 നേരത്ത് പോയിട്ട് എന്നെ വിളിക്കണത് ഒരു 4:30 ആ ഒരു ടൈമിലാണ് എന്നെ വിളിക്കുന്നത് തന്നെ. അപ്പം അത്രയും നേരം ഒന്നും ആൾക്ക് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിന് അത് ശരിയില്ലേ, എന്നാലേ അടുത്ത പ്രാവശ്യം എന്തായാലും ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വായ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ, അതും വേണ്ട പറയാൻ. അപ്പം നമുക്ക് എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഉമ്മമാരെന്നല്ല ഉമ്മമാരാവാനുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർക്ക്. നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ജ്യേഷ്ഠത്തിമാരോടൊക്കെ എങ്ങനെ സംസാരിക്കും അതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡോക്ടറോട് പറയും. ഡോക്ടറെ കണ്ടാൽ തന്നെ നമ്മളെ പകുതി ടെൻഷൻ കുറയും. അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതന്നെ എന്താന്ന് ഞാൻ പറയാം. പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ ആള് വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡും കുട്ടിയും. അപ്പോൾ പറഞ്ഞു, നീ അല്ലേ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്, അതെന്താ അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്, അതിനൊന്നും പറ്റില്ല കേട്ടാ, അവളെ കൂടെ നിൽക്കണ്ടേ നീ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, അത് കടയിൽ നല്ല തിരക്കായിരുന്നു. എന്ത് തിരക്ക് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അവൾ ഒറ്റയ്ക്കല്ലടാ എന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പം അവൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രാക്ടീസാ, അവള് ഒറ്റയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് മന്ത് വരുമ്പോൾ ഞാൻ 55 കിലോ ഞാൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് മന്ത് വരുമ്പോൾ. അവിടുന്ന് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ 53 കിലോനായി. പിന്നെ 1 മന്ത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഞാൻ 48 kg. അപ്പോൾ ഡോക്ടർ ഇതെന്തപ്പോൾ ഇത്, ഞാൻ പറഞ്ഞു ഛർദിയൊക്കെ ആയ കാരണം ഡോക്ടർ ഞാനിങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി എന്നാൽ ഈ ഛർദിയൊക്കെ മാറിയാൽ നീ ഫുഡൊക്കെ കഴിക്കില്ല? കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നു പോയതാട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറക്കും. അപ്പോൾ അത് ഓർമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 5th മന്തും ഒരുവിധം കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം കെടുപ്പ്, ഉറക്കം, ഇതൊക്കെയാട്ടോ. അതിപ്പോൾ എല്ലാ പ്രഗ്നൻസിയിലും എനിക്ക് അങ്ങനെ തന്നെയാണ്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തുണ്ട് ഫുഡേ കഴിക്കുള്ളൂ, കുറച്ച് ഫുഡ്. മെയിൻലി എനിക്ക് ഉൾവയറാണ്. അപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ എനിക്ക് വയറ് നിറയും. പിന്നെ എനിക്ക് ഒന്നാമത്തെ ഫുഡ് കഴിക്കാൻ തോന്നില്ല. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ ഫുഡ് കഴിക്കാൻ തോന്നില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഛർദിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഫുഡ് കഴിക്കണ ഫുഡ് തന്നെ മേത്ത് പിടിക്കില്ല. അപ്പോൾ 2 ആളുണ്ടല്ലോ, അപ്പോൾ എനിക്ക് വേണ്ട ഫുഡേ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നത് കുറച്ച് എൻ്റെ കുഞ്ഞിന് കിട്ടുന്നു. അപ്പോൾ അതോടുകൂടി നമുക്ക് ആരോഗ്യമില്ലാണ്ട് വരാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു 5-5.5 മാസമൊക്കെ ആകുമ്പോൾ എനിക്ക് പനി വരണം, നല്ല പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് എനിക്കൊരു കുടിക്കണ വെള്ളം അടക്കം ഛർദിക്കുക. പനി എന്ന് പറഞ്ഞാൽ 103 ഡിഗ്രിയോളം പനി. നമ്മൾ ഡോള കഴിച്ചൊന്ന് പനിക്കുമ്പോൾ സാധാരണ നമ്മൾ ഡോള കഴിച്ചു കിടന്നൊന്ന് ഇക്കാക്കാണെങ്കിൽ ഒഴിവില്ല, ഷോപ്പിൽ നിന്ന് വരാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ പനി ആയിരിക്കുന്ന സമയത്ത് 2 ദിവസം അങ്ങനെ പിന്നെ ഞാൻ ഫുഡും കൂടി കഴിക്കാൻ പറ്റണ്ടായപ്പോൾ ഞാൻ അങ്ങനെ 2 ദിവസം പച്ച വെള്ളം കുടിച്ചില്ല എന്നുള്ളതാണ്. വെള്ളം കുടിച്ചാൽ കിടന്നോടത്ത് കിടന്നടിക്കുക എന്ന് വെച്ചാൽ
ഞാൻ വലിയ കപ്പ് മേടിച്ചു, അതിങ്ങനെ എടുക്കുക, ഇങ്ങനെ ഛർദ്ദിക്കുക. അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആ ഛർദ്ദിച്ച് കൊണ്ട് കളയുക. അത്രയും അങ്ങനെ ഞാൻ ഇരിക്കുന്നു, അത്രയും പോലും ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പം പിന്നെ ഇക്ക എന്നെ താങ്ങിയെടുത്ത് മദറിൽ ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ പ്രവീൺ സാറിനെയാണ് കാണിക്കുക, ഫിസിഷ്യൻ. അപ്പോൾ നമുക്ക് പനിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റും കാണും, നമ്മൾ ഫിസിഷ്യനും കാണും. ഡോക്ടർ പ്രവീൺ ഫിസിയാട്രിസ്റ്റുമാണ്, ഫിസിഷ്യനുമാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ വലിയപ്പാനെയും വലിയമ്മാനെയും ഞങ്ങളുടെ ഫാമിലിയിലത്തെ സകല വയസ്സായ ആൾക്കാരെയും നോക്കുന്ന ഡോക്ടറാണ്. പിന്നെ എന്നെ ഒരു 3 വയസ്സ് തൊട്ട് കാണുന്ന ഡോക്ടറാണ് പ്രവീൺ ഡോക്ടർ. അപ്പോൾ പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും ഞാൻ നേരെ കാഷ്വാലിറ്റി ചെന്നപ്പോൾ നേരെ ഡോക്ടർ OPക്ക് കൊണ്ടുപോയി. അവരെന്നെ വീൽ ചെയറിൽ ഡോക്ടർ ഇത് ചെല്ലുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ വിറയ്ക്കുക. അപ്പോൾ ഡോക്ടർ കണ്ട വശം പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഞാൻ വരാം, ആദ്യം പോയിട്ട് സിസ്റ്ററോടാട്ടാ പറയണേ, ഒന്നും നോക്കണ്ട, ഞാൻ വരാം, നേരെ കാഷ്വാലിറ്റി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യൂ, എന്നിട്ട് മരുന്ന് എന്തോ പനിയുടെ മരുന്നാന്ന് തോന്നുന്നു, പാരസെറ്റമോളിൻ്റെ ആ ഒരു ഇത്രക്ക് 3 ബോട്ടിലുള്ള ആ മരുന്ന് വേഗം കയറ്റാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലാബ് റൂമിലേക്ക് കൊണ്ടുപോകണ്ട, നേരെ റൂം വേഗം റെഡിയാക്കി നേരെ റൂമിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ വേഗം ആ ഒരു മരുന്ന് കയറ്റിയപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസമായി. അങ്ങനെ പിന്നെ നേരെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് ICUവിലേക്കും കൊണ്ടുപോയില്ല, ലാബ് റൂമിലേക്കും കൊണ്ടുപോയില്ല. അപ്പോൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണെന്ന് പറയുകയും ചെയ്തു കേട്ടോ. ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണ്, ലാബ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട, മറ്റ് പേഷ്യൻസും കൂടി ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നേരെ വേഗം റൂം റെഡിയാക്കുക, കുട്ടീനെ റൂമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ടൈമായിട്ടാണ്, നമുക്ക് അധികം ലോങ് വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ടിരിക്കട്ടെ. ഈ പാർട്ട് 2 നമുക്ക് പിന്നൊരു ദിവസം ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ഒരുവിധ ആൾക്കാരെ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട്. നമ്മൾ തുടക്കമാണ്, ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെയല്ല പഠിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ.